ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഈ ലോകത്തെ നമ്മൾ അത്രേ സ്നേഹിക്കും. ഞാൻ അങ്ങനെ ജീവിച്ചോണ്ടാ പറയുന്നത്. ലോകത്തെ സ്നേഹിച്ച് ജീവിച്ച ഒരു നാളെയോട് എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ പുരുഷന്റെ ശത്രുവായി, ദൈവത്തെ വേദനിപ്പിച്ച് ജീവിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ പാപം ചെയ്ത് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുരുഷന്റെ ശത്രുക്കളാണെന്ന് ദൈവവചനം പറയുന്നു. നമ്മൾ വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി തീരുകയാണ്. അപ്പം ക്രിസ്തുവിനെ ക്രൂശിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനെ വീണ്ടും ആ ക്രൂശോട് ചേർത്ത് വീണ്ടും വീണ്ടും ക്രൂശിക്കുക അല്ലേ? നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തു ക്രൂശിൽ നമ്മൾ കാണുന്ന ആ വേദനകളാണ് ഏറ്റവും വലുതെന്ന്. അതല്ല, നമ്മൾ ആ കാണുന്ന വേദനകൾ മാത്രമല്ല, 3.5 മണിക്കൂർ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്നപ്പോൾ താൻ പിന്നെ പിതാവിനാൽ തള്ളപ്പെടും അല്ലെ കയ്യിൽ വിടും. ആ സമയത്ത് താൻ അനുഭവിച്ച വേദനയാണ് ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞാൽ ആ 3.5 മണിക്കൂർ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് എന്തോ ഇതെന്നറിയാമോ? അവിടെ ഇരുട്ടുണ്ടാകും. പിതാവാം ദൈവം അവിടെ ഒരു ഇരുട്ട് കൊടുത്തിട്ട് അതൊരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവ കോപത്തിൽ വെന്തെരിയുന്ന യേശു ക്രിസ്തുവിന്റെ ആ വേദനകൾ കാണുവാൻ ലോകത്തിന് പറ്റാത്തോണ്ട് ഇരുട്ടുകൊണ്ട് അതിനെ അങ്ങ് മറയ്ക്കുകയാണ്. ഇനി അതിനു മുമ്പുള്ള വേദനകൾ എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥി, എന്റെ അസ്ഥികൾ മുഴുവൻ ബന്ധം വേർപെട്ടെന്ന് പറയുന്നു. അസ്ഥികൾ മുഴുവൻ ബന്ധം വേർപെട്ടു എന്ന് പറഞ്ഞാൽ ഈ ക്രൂശൽ കയ്യും കാലും വലിയ കമ്പി കഷ്ണം കൊണ്ട് അടിച്ച് ഈ തടിയിലോട്ട് കയറ്റി ഇവിടെ അടിച്ചതാണ് ചിന്തിക്കുന്നത് ഈ ഭാഗം. അപ്പം ഈ 2 ആണിയേലുമാണ് വെയിറ്റ് മൊത്തം തൂങ്ങി കിടക്കുന്നത്. 3 ആണിയേൽ ഈ 2 കാലും ചേർത്ത് വെച്ച് ഒരു കമ്പിയോട് അടിച്ചു കയറ്റി. അപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? ഒരു 5 അടി 6 അടിയേലും 5 അടിയേലും താഴ്ചയിലും വേണം ഈ കുഴി എടുക്കണം, എന്നാലേ ഇത് നേരെ നിൽക്കത്തുള്ളൂ. ഈ ക്രൂശയിൽ എടുത്ത് വെച്ചിട്ട് ഈ പാറയുടെ മുകളിൽ വെട്ടിയ ആ കുഴിക്കകത്തോട്ട് ഈ കുരിശൊന്ന് എടുത്തിട്ടു. ഒരു മയവും കാണിച്ചില്ല വരാൻ. അങ്ങനെയാണ് ഈ അസ്ഥികൾ മുഴുവൻ ബന്ധം വേർപെട്ടത്. ഞാൻ ഒരിക്കൽ എൻ്റെ ഈ വിരളിന്റെ ബന്ധം വേർപെട്ടു. ഒരിക്കൽ എന്തോ വേദനയെന്നറിയോ? ദിവസങ്ങളോളം വേദനയുണ്ട്. ഇപ്പോഴും കൂടെ തുറന്നു വേദനയുണ്ട്. ഈ ബന്ധം വേർപെട്ടാലുണ്ടല്ലോ ഭയങ്കര അതിവേദനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നട്ടലിന്റെ ഉൾപ്പെടെ, തലയുടെ ഉൾപ്പെടെ, കൈകളുടെ ഉൾപ്പെടെ, കാലുകളുടെ ഉൾപ്പെടെ സകല ബന്ധങ്ങളും വേർപെട്ടെന്ന് പറയുമ്പോൾ ആ വേദന എന്ത് ഭയങ്കരമാണ്. അതിഭയാനകമായ വേദനയായിരുന്നു. പക്ഷേ ഈ വേദനയുടെ കൂട്ടത്തിൽ ദൈവ കോപത്തിൽ വെന്തെരിയുന്ന ഒരു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടി യേശു നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിക്കാനിടയിൽ ഇനി നമ്മൾ ആ ക്രൂശിൽ കർത്താവിനെ ക്രൂശിക്കാൻ പാടില്ല, ആണിയടിക്കാൻ പാടില്ല. ആ കുരിശെടുത്ത് കുഴിയിലേക്ക് ഇട്ട് വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരാകാൻ പാടില്ല. പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അറിഞ്ഞും അറിയാതെയും ആ ദൈവ കോപത്തിൽ തീയിൽ വെന്തെരിഞ്ഞ് ആണ് യേശു ക്രിസ്തു ജീവൻ വെടിയുന്നത്. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഇനി നമ്മൾ യേശുവിനെ ക്രൂശിക്കരുത്. ഇനി നമ്മൾ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയിട്ട്, ആ നിത്യജീവന് വേണ്ടിയിട്ട്, നിത്യരാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി കർത്താവ് ഇത്രയും ശ്രമിച്ചെങ്കിൽ ഈ ലോകത്തിന്റെ ഒന്നുമല്ലെന്നറിഞ്ഞ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വചനത്താൽ വളരുവാനിടയാണ്. ദിനംതോറും വചനമെന്ന മായവില്ലാത്ത പാൽ കുടിച്ച് നമ്മൾ യേശു ക്രിസ്തുവാകുന്ന തലയോളം വളരണം. എന്നിട്ട് നമ്മൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിൽ എന്നും പോയി സാക്ഷികളാകാം. ലോകത്തിൽ ഇന്ന് അത് ചെയ്യുന്ന ഒരു സഭകളുമില്ല. ഒരു സഭകളും സാക്ഷ്യം വഹിക്കാനായിട്ട് നിങ്ങൾ പോകാൻ പറയുന്നില്ല. നിങ്ങളെല്ലാം ഇവിടെ കൂടിയിരുന്നു, ഒന്നിച്ചു കൂടി ഇവിടെ നിൽക്കണം, കൈയടിക്കണം, പ്രാർത്ഥിക്കണം, പാട്ട് പാടണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷ്യം പറയാൻ, അല്ലെങ്കിൽ ഒരു ലോകത്തിൽ എന്നും പോയി സാക്ഷ്യം പറയാൻ ആര് പഠിപ്പിക്കുന്നു? സ്തോത്രം. നമ്മൾ സാക്ഷികളാണ്, ക്രൂശിന്റെ സാക്ഷികളാണ്. അതിനുള്ള ജീവിതം നമ്മൾ ജീവിക്കണം. അതിനുള്ള ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ വളരണം. എന്നാലേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഓർത്താൽ ഇത് ഒരു നിമിഷം നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ എതിർത്ത് ഭരിക്കാൻ പോവാ ഇനി അടുത്ത കുറെ നാൾക്ക് ശേഷം.
വലിയ പീഡനത്തിനിരയാവും. നമ്മൾ ഇവിടെ ജീവിക്കുന്നവർ കൈവിടപ്പെട്ടു പോകുന്നത് വലിയ പീഡനത്തിലേക്ക് പോകും, കൊടുപീഡനത്തിലേക്ക് പോകും. ഇവിടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. എത്രയും പെട്ടെന്ന് ഇവിടെ പോകുന്നതാണ് നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുക, ഇവിടെ തള്ളപ്പെട്ടു പോയാൽ. അതുകൊണ്ട് കർത്താവിന്റെ വരവാസന്നമായിരിക്കുക. ഈ ലോക സമൂഹം മുഴുവൻ തന്നെ വിളിച്ചറിയിക്കുന്നു. യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, ഭൂകമ്പങ്ങൾ, കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങി ജീവിക്കാം. എപ്പോഴും ആ ചിന്തയിലായിരിക്കാം. ദൈവരാജ്യം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മളെ അതിലേക്ക് ഭരിച്ചുകൊണ്ടിരിക്കണം. ഈ അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാനൊന്ന് വായിച്ചപ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി, എന്നോട് ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും